നമസ്കാരം. പ്രധാന വാർത്തകൾ. സോളാർ തട്ടിപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് നടന്നതെന്ന് പ്രകാശ് കാരാട്ട്. ഉപരോധ സമരം, VS അടക്കം 10,000-ഓളം പേർക്കെതിരെ കേസ്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായർക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചു. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് കാരണം പുരുഷന്മാരുടെ മദ്യപാനമാണെന്ന് പഠന റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. സോളാർ തട്ടിപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് നടന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. മുഖ്യമന്ത്രി ഉടൻ രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണം. ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള LDF ഉപരോധ സമരം സെക്രട്ടേറിയറ്റ് കവാടത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Sri Pavan Kumar Bansal, in his office, it was found that posts of the railway board are being sold for lakhs and crores of rupees. Under his railway ministership, his own nephew was involved in bribery. പൊതുസമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണം. റെയിൽവേ നിയമന അഴിമതിയിൽ ബന്ധു ഇടപെട്ടതിനാണ് മന്ത്രിയായിരുന്ന പവൻകുമാർ ബൻസലിനെ രാജിവെക്കേണ്ടി വന്നതെന്ന് കാരാട്ട് ഓർമ്മിപ്പിച്ചു. സമരം നേരിടാൻ കേന്ദ്രസേനയെ വിന്യസിച്ചതിനെയും കാരാട്ട് രൂക്ഷമായി വിമർശിച്ചു. വർഗീയ ലഹള നിയന്ത്രിക്കാൻ അതിർത്തിസേന കാശ്മീരിലാണ് വേണ്ടത്. വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന് പറഞ്ഞാണ് കാരാട്ട് പ്രസംഗം അവസാനിപ്പിച്ചത്. ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടുവെന്ന് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞു. ഉപരോധ സമരത്തിനായി പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ഒഴുകി. 8 മണിയോടെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ 3 കവാടങ്ങളും ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ കുത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 10,000-ങ്ങളാണ് സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകൾക്ക് മുന്നിലും അണിനിരന്നത്. ജനതാദൾ S നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ HD ദേവഗൌഡയും RSP ദേശീയ സെക്രട്ടറി TJ ചന്ദ്രചൂഡനും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സമരം വിജയിപ്പിക്കാൻ LDFും നേരിടാൻ സർക്കാരും കച്ചമുറുക്കിയതോടെ തലസ്ഥാന നഗരം സംഘർഷഭീതിയിലാണ്. കന്റോൺമെന്റ് ഗേറ്റ് പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലാണ്. രാവിലെ 7 മണിക്ക് തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കന്റോൺമെന്റ് ഗേറ്റിലൂടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും അകത്ത് കടന്നത്. 9 മണിക്ക് മഴയെത്തി. എന്നാൽ മഴയിലും ആവേശം ചോരാതെ കുടചൂടി പ്രവർത്തകർ പ്രതിരോധം തീർത്തു. സമരച്ചൂടിനിടയിൽ രാവിലെ 9 മണിക്ക് പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നു. PJ ജോസഫ്, VK ഇബ്രാഹിം കുഞ്ഞ്, PK ജയലക്ഷ്മി, PK അബ്ദുറബ്, അനൂപ് ജേക്കബ് എന്നിവർ മന്ത്രിസഭായോഗത്തിനെത്തിയില്ല. മന്ത്രിസഭായോഗം കഴിഞ്ഞ് കന്റോൺമെന്റ് ഗേറ്റിലൂടെ പുറത്തേക്കിറങ്ങിയ 2 മന്ത്രിമാരുടെ വാഹനങ്ങൾ ബേക്കറി ജംഗ്ഷനിൽ തടഞ്ഞു. ഇത് പോലീസും സമരക്കാരും തമ്മിൽ ചെറിയ സംഘർഷത്തിന് വഴിവെച്ചു. എന്നാൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. പ്രവർത്തകർ പിൻവാങ്ങുകയും ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വീണ്ടും ബേക്കറി ജംഗ്ഷനിലേക്ക് പ്രവർത്തകർ നീങ്ങി. പോലീസ് ഇവരെ തടഞ്ഞു. തുടർന്ന് പോലീസുമായി വാക്കേറ്റം നടന്നു. കന്റോൺമെന്റ് ഗേറ്റിലേക്ക് വരുന്ന എല്ലാ റോഡുകളും പോലീസ് നിയന്ത്രണത്തിലാണ്. കന്റോൺമെന്റ് ഗേറ്റിലേക്കുള്ള 4 പ്രധാന പാതകളിൽ ഞായറാഴ്ച വൈകിട്ട് തന്നെ പോലീസ് നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഭൂരിഭാഗം മന്ത്രിമാരും താമസിക്കുന്ന വെള്ളയമ്പലം, കവടിയാർ ഭാഗങ്ങളിൽ നിന്ന് കന്റോൺമെന്റ് വരെ സുരക്ഷാ ഇടനാഴി പോലീസ് തീർത്തു. നഗരഹൃദയത്തെ 5 മേഖലകളായി തിരിച്ച് പോലീസ് നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. 500ഓളം പോലീസുകാരടങ്ങുന്ന 1-ാം വലയ സുരക്ഷാ സംഘം സെക്രട്ടേറിയറ്റ് മതിലിനുള്ളിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് തന്നെ ചുമതലയേറ്റെടുത്തു. കന്റോൺമെന്റ് ഗേറ്റിലേക്കുള്ള 4 പ്രധാന പാതകളിൽ ഞായറാഴ്ച വൈകിട്ട് തന്നെ പോലീസ് നിലയുറപ്പിച്ചു. LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ 1-ാം പ്രതിയാക്കി കേസ്. പൊതുനിരത്തിൽ യോഗം നടത്തിയതിനാണ് കേസ്. അന്യായമായി സംഘം ചേർന്നതിനും മാർഗതടസ്സം സൃഷ്ടിച്ചതിനും കണ്ടാലറിയാവുന്ന 10,000-ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മ്യൂസിയം പോലീസും കൺട്രോൾമെന്റ് പോലീസുമാണ് കേസുകൾ എടുത്തത്. ഉപരോധ സമരത്തിൽ പങ്കെടുക്കാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ങ്ങളാണ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. രാവിലെ 8 മണിയോടെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ 3 കവാടങ്ങളും ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ കുത്തിയിരുന്നു. ബേക്കറി ജംഗ്ഷനിൽ പലതവണ സംഘർഷമുണ്ടായി. പോലീസിന് നേരെ കല്ലേറും കുപ്പിയേറും ഉണ്ടായി. പോലീസ് വാഹനങ്ങളുടെ കാറ്റഴിച്ചുവിട്ടു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇടപെട്ടാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്.
സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായർക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചു. പെരുമ്പാവൂർ സ്വദേശി സജാദിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് ജാമ്യം അനുവദിച്ചത്. പെരുമ്പാവൂർ കോടതിയാണ് ജാമ്യം നൽകിയത്. മറ്റു കേസുകൾ നിലനിൽക്കുന്നതിനാൽ സരിതയ്ക്ക് ജയിലിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങാനാകില്ല. സമരത്തെ നേരിടാൻ പോലീസ് വിലക്കുകൾ കൊണ്ടുവരുമ്പോൾ അതിനെ മറികടക്കാൻ പാർട്ടികൾ ബദൽ സംവിധാനം ഒരുക്കുന്ന തിരക്കിലാണ്. സമരക്കാർക്ക് ലോഡ്ജുകളിൽ സൗകര്യമൊരുക്കുന്നതിനെയും ഹോട്ടലുകളിൽ ടോയ്ലറ്റ് സൗകര്യമൊരുക്കുന്നതിനെയും പോലീസ് നേരത്തെ തടഞ്ഞിരുന്നു. MLA ഹോസ്റ്റലുകളിൽ MLA-മാരോടൊപ്പം കയറിയ ചില പ്രവർത്തകരെയും തടഞ്ഞു. ഹോസ്റ്റലിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിക്കൊണ്ട് MLA-മാർ പ്രതിഷേധിച്ചു. സമരത്തിനായി മറ്റു ജില്ലകളിൽ നിന്നെത്തുന്ന 10,000ങ്ങളുടെ താമസ സൗകര്യത്തിന് തടയിട്ടാൽ പ്രക്ഷോഭത്തെ തളർത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ. മുറി കൊടുക്കരുതെന്ന് ലോഡ്ജ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് തുടക്കം. സ്കൂളുകൾ മുഴുവൻ കേന്ദ്രസേന കൈയടക്കിയതോടെ അവിടെയും സ്ഥലമില്ലാതായി. കുറച്ചാളുകളെ MLA ഹോസ്റ്റലിൽ തിരികെ കയറ്റാമെന്ന് വിചാരിച്ചാൽ അതിനുപോലും സമ്മതിക്കില്ല. MLA ഹോസ്റ്റലിൽ സന്ദർശകരെ അനുവദിക്കില്ലെന്നാണ് നിയമസഭാ സെക്രട്ടറിയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇടതുപക്ഷ MLA-മാരെ സന്ദർശിക്കാനെത്തിയവരെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു. സഖാക്കളെ കൂടെ കയറ്റിവിടാത്തതിൽ പ്രതിഷേധിച്ച് LDF MLA-മാർ ഹോസ്റ്റലിന്റെ മുന്നിൽ കുത്തിയിരിപ്പായി. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയതോടെ പ്രതിഷേധത്തിന് ആക്കം കൂടി. ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് ഇടതുപക്ഷ MLA-മാർ പ്രതിരോധം ഭേദിച്ചു. സമര സഖാക്കളെ MLA ഹോസ്റ്റലിൽ കയറ്റേണ്ടെന്ന ഉത്തരവ് കാറ്റിൽ പറന്നുവെങ്കിലും സമരമുന്നണിയുടെ അക്കോമഡേഷൻ വെല്ലുവിളികൾ തീർന്നില്ല. പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വീടുകളിലാണ് സമരക്കാരെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും സർക്കാരിന്റെ ഭീഷണിയുണ്ട്. സമരക്കാർ വല്ല അതിക്രമവും കാണിച്ചാൽ അവരെ പാർപ്പിച്ചവർ കൂടെ ഉത്തരവാദിത്തമുണ്ടാകുമെന്ന് ഭീഷണി മുഴക്കുന്നു. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് കാരണം പുരുഷന്മാരുടെ മദ്യപാനമാണെന്ന് പഠന റിപ്പോർട്ട്. സംസ്ഥാന പോലീസിനു വേണ്ടി ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസ് നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായും പഠന റിപ്പോർട്ട് പറയുന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാരും ആരോഗ്യ പ്രവർത്തകരും വ്യാപാര വ്യവസായിയും സംയുക്തമായി നഗര ശുചീകരണ കൂട്ടായ്മയുടെ ഭാഗമായ ശുചീകരണ പ്രവർത്തനം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീനും ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ L സുലേഖയും വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ C ജാനകിക്കുട്ടിയും ചപ്പുചവറുകൾ എടുത്തുമാറ്റി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ P ശോഭയും വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരും സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി. ഇനി ഒരിടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. ജ്വല്ലറി കാഞ്ഞങ്ങാട് 916 പ്യൂരിറ്റി ഗോൾഡ്. ഏഴഴകാർന്ന വധുവിന് പൊന്നഴക് ചാർത്തും 916 സ്വർണ്ണാഭരണങ്ങൾ. വാർത്തകൾ തുടരുന്നു. വഞ്ചിപ്പാട്ടും വായ്ക്കുരുവകളും കൊണ്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കോടിയാട്ടുകര പള്ളിയോടം നീരണിഞ്ഞു. ഞായറാഴ്ച രാവിലെ 9:30-നും 10:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പള്ളിയോടം നീരണിഞ്ഞത്. സതീശൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മിത്വത്തിലാണ് നീറ്റിലിറക്കൽ ചടങ്ങുകൾ നടന്നത്. കരക്കാരും പള്ളിയോട പ്രേമികളും അടക്കം 100 ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ബി ബാച്ചിൽ ഉൾപ്പെടുന്നതാണ് കോടിയാട്ടുകര പള്ളിയോടം. 31.81 കോൽ നീളവും 2.58 കോൽ ഉടമയുമുള്ള പള്ളിയോടത്തിന് 6.61 കോൽ അമരപ്പൊക്കമുണ്ട്.
64 തുഴച്ചിൽക്കാരും 12 നിലയാളും 4 അമരക്കാരും ഉൾപ്പെടെ 80 പേർക്ക് കയറാവുന്നതാണ് കോടിയാട്ടുകര പള്ളിയോടം. സതീഷ് കുമാർ ക്യാപ്റ്റനും സുനിൽകുമാർ പള്ളത്ത് വൈസ് ക്യാപ്റ്റനുമായ കോടിയാട്ടുകര പള്ളിയോടം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ഇറപ്പുഴ ചതയം വള്ളംകളി, മാലക്കര അവിട്ടം വള്ളംകളി, കായംകുളം വള്ളംകളി തുടങ്ങി വിവിധ ജലമേളകളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ആവേശം വാനോളം തിരുവോണത്തോണിക്ക് അകമ്പടിക്കായും ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുന്നതിനായും റാന്നി പള്ളിയോളം നീറ്റിലിറക്കി. ചടങ്ങ് രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷമായി പമ്പ നദീതീരത്തെ മാലിപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന റാന്നി പള്ളിയോടം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നീരണിയിച്ചത്. ഞായറാഴ്ച രാവിലെ 10:15 ഗണപതി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് പള്ളിയോട ക്യാപ്റ്റൻ KR അനിൽകുമാർ അമരനയമ്പ് തുഴച്ചിൽക്കാരന് കൈമാറി. പിന്നീട് കരനാഥന്മാരും തുഴച്ചിൽക്കാരും ചേർന്ന് വഞ്ചിപ്പാട്ടുപാടി ഈശ്വരനെ സ്തുതിച്ചു. ഹരിനാമകീർത്തനത്തിന്റെ അകമ്പടിയോടെ പള്ളിയോടത്തെ പമ്പാ നദിയിലേക്ക് തള്ളിയിറക്കി. ഓളപ്പരപ്പിലേക്ക് തെന്നിമാറിയ പള്ളിയോടം കണ്ട് ആവേശഭരിതരായ തുഴച്ചിൽക്കാർ വഞ്ചിയിലേക്ക് ചാടിക്കേറി. തുഴ കയ്യിലെടുത്തതോടെ ആവേശവിരട്ടിച്ച തുഴച്ചിൽക്കാർ ഭഗവാനെ സ്തുതിച്ച് വഞ്ചിപ്പാട്ടും പാടി പള്ളിയോടത്തെ കിഴക്കോട്ട് നയിച്ചു. ഇനി തിരുവോണത്തലേന്ന് ആറന്മുള പാർത്ഥസാരഥിക്ക് തിരുവോണ വിഭവങ്ങളുമായി പോകുന്ന തിരുവോണത്തോണിക്ക് അകമ്പടിയായും ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുന്നതിനും വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതിനുമായി റാന്നി പള്ളിയോടം ആറന്മുളയിലേക്ക് പോകും. പാരമ്പര്യ തനിമ കാത്തുസൂക്ഷിച്ച അറഫ ഗോൾഡിന്റെ അതിവിശാലമായ ഷോറൂം കാഞ്ഞങ്ങാട് അജ്മൽ ആർക്കേഡിൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന പാതയിൽ കാഞ്ഞങ്ങാട് കൈലാസ് തിയേറ്ററിന് എതിർവശം അജ്മൽ ആർക്കേഡിൽ ആരംഭിച്ച അറഫ ഗോൾഡിന്റെ പുതിയ ഷോറൂം തിങ്കളാഴ്ച രാവിലെ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആദ്യ വിൽപ്പന സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ഏറ്റുവാങ്ങി. മുൻ MLA അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, A ഹമീദ് ഹാജി, EKK പടന്നക്കാട്, CH അഹമ്മദ് അഷ്റഫ് മൗലവി, CH കുഞ്ഞബ്ദുള്ള ഹാജി, അഡ്വക്കേറ്റ് NE ഖാലിദ്, ബഷീർ വെള്ളിക്കോത്ത്, ഖാലിദ് പാറപ്പള്ളി തുടങ്ങി നിരവധി പേർ ചടങ്ങിനെത്തി. അറഫ ഷാഫി ഹാജി, അജ്മൽ, CH അബ്ദുൾ ഖാദർ ഹാജി എന്നിവർ അതിഥികളെ സ്വീകരിച്ചു. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്ന് നബാർഡ് പിന്മാറണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് K ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് M അശോക് റൈ അധ്യക്ഷനായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ തട്ടിപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് നടന്നതെന്ന് പ്രകാശ് കാരാട്ട്. ഉപരോധ സമരം, VS അടക്കം 10,000-ഓളം പേർക്കെതിരെ കേസ്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത S നായർക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചു.
സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് കാരണം പുരുഷന്മാരുടെ മദ്യപാനമാണെന്ന് പഠന റിപ്പോർട്ടും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.